ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവോടെ ആശ്വാസമായെങ്കിലും വെടിക്കെട്ടിലെ അനിശ്ചിതത്വം ആശങ്കയാവുകയാണ്. പുതിയ നിയമപ്രകാരം L11 ലൈസൻസ് ഉള്ളവർക്കേ വെടിക്കെട്ടിന് അനുമതിയുള്ളൂ. കേരളത്തിൽ ഇത്തരം ലൈസൻസ് ഉള്ളവരില്ലെന്നാണ് വെടിക്കെട്ടുകാർ പറയുന്നത്. ഇത് ജയകൃഷ്ണൻ, അച്ഛനും മുത്തശ്ശനുമടക്കം വെടിക്കെട്ടിനെ ഉപജീവനമാക്കുന്ന കുടുംബ പരമ്പരയിലെ അവസാന കണ്ണി. പക്ഷേ അച്ഛൻ്റെ കാലത്ത് ഇങ്ങനെയല്ല. ഇതിലും വലിയ വെടിക്കെട്ടുപുര, 70 പേർ പണിയെടുക്കുന്ന പണിശാല. ഇന്ന് തികച്ചൊരു 20 ജോലിക്കാരില്ല. ഞങ്ങൾ അച്ഛൻ കാവശ്ശേരി സുബ്രഹ്മണ്യങ്കൽ, ഞാൻ മോൻ. ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ലൈസൻസുകാരാണ്. ഇപ്പോൾ ശരിക്കും ഒരു 10-70 പേരാണ് ഈ ഷെഡിലൊക്കെ പണിതത്. ഇപ്പോൾ അത് പോയിട്ട് ഒരു 10-15 പേര് പടക്കം മാത്രമേ ഉള്ളൂ. കാരണം അത്രയുണ്ട് പ്രതിസന്ധികൾ. പുതിയ ലൈസൻസിന് നിബന്ധന പറഞ്ഞാൽ ഇപ്പോൾ LE1 ആണ് ഞങ്ങളെ. ഇത് വെടിക്കെട്ട് നമുക്ക് കത്തിക്കാം. അതിപ്പോൾ LE7 ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടും കേരളത്തിൽ പോലും ആ ലൈസൻസ് ഇല്ല. രണ്ടെണ്ണം അത് അറിയുന്നില്ല. ഓരോ വർഷവും വരുന്ന പുതിയ നിബന്ധനകൾ ഓർമ്മ വച്ച നാൾ മുതൽ വെടിക്കെട്ട് പുരയിൽ വളർന്ന ജയകൃഷ്ണനെ പോലുള്ളവർക്ക് തിരിച്ചടിയായി. പുതിയ L11 ലൈസൻസിനെ കുറിച്ച് നിബന്ധന വന്നപ്പോഴാണ് ആദ്യമായി കേൾക്കുന്നത്. ഇക്കുറി ഏതെങ്കിലും ഒരു പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ല. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ബാധിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ വെടിക്കെട്ടുകാർക്ക്. വെടിക്കെട്ട് ഇങ്ങനെ അത് നടത്താൻ പാടുന്നില്ല, അതിന് ലൈസൻസ് തരില്ല അധികൃതർ. എങ്ങനെയൊക്കെ വരുമ്പോൾ അത് അങ്ങനത്തെ ഉള്ളൊരു വിഷയമാണല്ലോ. ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് വെടിക്കെട്ട്. ഓരോ ക്ഷേത്രത്തിലും ഓരോ വഴിപാടിന് പ്രാധാന്യം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ വെടിക്കെട്ടിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് വിപുലമായിട്ട് 3 ദേശങ്ങൾ ചേർന്നിട്ട് ഗംഭീരമായിട്ട് വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു വെടിക്കെട്ട് ഇല്ലാതാകാമെന്ന് പറഞ്ഞാൽ ഈ കാവശ്ശേരി പൂരമഹോത്സവം ഇല്ല എന്നുള്ളതിന് തുല്യമാണ്. സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് പഴയ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കാതെ അവർക്ക് നിയമാനുസൃതമായി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പുനരാവർത്തനം ചെയ്യണമെന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. വെടിക്കെട്ടിന് നിബന്ധനകളൊന്നും ഏർപ്പെടുത്തരുതെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഓരോ നിബന്ധനകൾ കൊണ്ടുവരുമ്പോഴും അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ സാവകാശവും സമയവും നൽകണം. അല്ലാത്ത പക്ഷം ഇവരെ പോലുള്ള പാരമ്പര്യമായി ജോലി ചെയ്യുന്നവരെയാണ് അത് ബാധിക്കുന്നത്. മൽഗോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.